ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും വീഡിയോ ഇട്ടേക്കാണ്. കാരണമൊന്നുമില്ല, സ്കൂളൊക്കെ തുറന്ന കാരണം വീഡിയോ ഇടാൻ ചെറിയ ചെറിയ ലൈറ്റും കാര്യമൊക്കെ ആയി. പിന്നെ ഗൈസ്, ഇന്ന് നമ്മൾ വീഡിയോയിൽ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. അതായത് ഞാൻ ഏറ്റവും ആഗ്രഹിച്ച കാര്യം വേറൊന്നുമല്ല, ഞാൻ ഫൈനലി നമ്മുടെ ഓൾഡ് പെൻസില്ലേ ഗൈസ്, നമ്മൾ കഴിഞ്ഞോട്ടം മാത്സിൻ്റെ അടുത്ത് റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് സമയം പിടിക്കും, ഒരു 2 മാസം 3 മാസം എന്നൊക്കെയാണ് പറഞ്ഞത്. അത് കിട്ടുന്നവരെ നമുക്ക് എന്തെങ്കിലും ഒരു വണ്ടി വേണമല്ലോ. അപ്പോൾ ഗൈസ്, ഞാനിവിടെ നേരെ തന്നെ ഇവിടേക്ക് വന്നിട്ട് ഒരു വണ്ടി വാങ്ങാൻ തന്നെ പേരും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിക്ക് നമ്മൾ കാശും കാര്യങ്ങളൊക്കെ പേപ്പർ വർക്ക് ചെയ്ത് കഴിഞ്ഞാണ് വണ്ടി കൂടി ഇരിക്കുകയാണ്. വണ്ടി വേറെ ഒന്നുമല്ല ഗൈസ്, നല്ല അടിപൊളി സിവിക്കാണ്. ഞാൻ ഡ്രോണിലിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ കണ്ടോ ഗൈസ്. ഓക്കെ, ഇതെങ്ങനെ താഴത്തേക്കൊക്കെ ഓക്കെ താഴത്തല്ലല്ലോ, ഇപ്പോൾ താഴെ ഗൈസ്. ഓക്കെ, അതിൻ്റെ ലോഗോവും കാര്യമൊക്കെ അങ്ങനെ ഉണ്ട്. പിന്നെ ഒരു നല്ല രസമുള്ള ഒരു ഇതാണ്. പിന്നെ ടയറിൽ നമ്മുടെ ജോക്കർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അടിപൊളി ഒരു രക്ഷയില്ലാത്ത ഈ കളറും പിന്നെ ഹുഡൊക്കെ ഫൈബറാണ് ഗൈസ്. നമ്മളെല്ലാം അടിപൊളിയാക്കി ചെയ്തതാണ് ഗൈസ്. അപ്പോൾ എല്ലാ സെറ്റും ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ഗൈസ്. ഇത് തൽക്കാതെ നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മാസത്തേക്ക് നമുക്ക് പോകാനാണ്. പിന്നെ നമുക്ക് വേറെ കുറേ വണ്ടികളൊക്കെ വാങ്ങണം. പിന്നെ നമ്മുടെ പേരിൽ ഒരു വേറെ കാറൊക്കെ താല്പര്യമുണ്ട് ഗൈസ്. നമ്മുടെ പേരിൽ ഒരു പോലീസ് കാറും പിന്നെ ഒരു ആംബുലൻസ് കാറും ഉണ്ടാക്കണം. ആംബുലൻസ് പിന്നെ മറ്റേ വാൻ ആംബുലൻസ് ആക്കണത്, അങ്ങനെ 2 ചെയ്യണം. അതധികം ദിവസമൊന്നും പിടിക്കില്ല. അത് നമുക്കൊരു കാര്യമല്ല, അത് നമുക്ക് ഓടിക്കാൻ കൊടുത്ത് അങ്ങനെയും കാശുണ്ടാക്കാം. അങ്ങനെ നമുക്കൊരു കാശുകാരനായിട്ട് എൻ്റെ ഡ്രീം കാറ് വാങ്ങാം. പിന്നെ ഞാനൊരു വേറൊരു കാർ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ആ കാറ് വാങ്ങിച്ചതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ്. ബട്ട് മൊബൈലിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം ആ വീഡിയോ സേവ് ആയില്ല. അത് കാരണമാണ്. എന്തായാലും ഞാൻ നമ്മുടെ ഡോണറ്റിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമുക്ക് ഈ വഴി പോകേണ്ടതാണ്. നമുക്ക് ഡോണറ്റിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. ശരി, ബൈ. ഓക്കെ, നമ്മൾ ഡോണറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് നേരമായാലും ഞാൻ ഡോണറ്റിൻ്റെ അവിടെ എത്തി. പിന്നെ ഞങ്ങൾക്ക് അത്രയും വീഡിയോ ലെങ്ത് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കാത്തത് വരുന്നതൊക്കെ. ഓക്കെ, ഹോണൊക്കെ സെറ്റാണ്. ഈ വണ്ടിയുടെ സൗണ്ട് രക്ഷയില്ല ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, നമ്മളേണ്ട നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കാശുണ്ടല്ലോ, 33,000. ഓക്കെ, അത്ര ഉണ്ട്. നമുക്കൊരു കാർ വാങ്ങാനുള്ള ചെറിയ കാറൊക്കെ വാങ്ങാനുള്ള കാശുണ്ട്. നമുക്കൊരു ചെറിയ കാർ വാങ്ങാൻ കാശ്. ഇത് മാത്രമല്ല, നമ്മളിതും പണിയാൻ കൊടുക്കും. നമുക്കൊരു വേറൊരു ചെറിയ കാറ് വാങ്ങണം. നമുക്ക് വേറെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ കാറൊക്കെ വാങ്ങിച്ച് സെറ്റാകും. നമുക്കെന്തായാലും നമ്മുടെ മറ്റേ ഏരിയയിലേക്ക് പോവാം. മറ്റേ എൻ്റെ വീടിൻ്റെ അവിടെ, അതായത് മാക്സൊക്കെ ഉള്ള സ്ഥലത്ത്. വണ്ടി കാണാൻ ഒരു രക്ഷയില്ല. ഹെഡ്ലൈറ്റ് ഓൺ ആകുമ്പോൾ കുഴപ്പമില്ല, മനസ്സില്ല. നമുക്ക് ഫുഡൊക്കെ ഓപ്പൺ ആകാം ഗൈസ്. ഫസ്റ്റ് പാഷൻ ഇടട്ടെ, എന്താ പറ്റി. ഓക്കെ, എൻജിനൊക്കെ ഉണ്ടോ, ഒരു രക്ഷയില്ലാത്ത എൻജിനാണ്. സെറ്റ് എൻജിന്, എല്ലാ അടിപൊളി സാധനമാണ് ഗൈസ് ഇത്. ഓക്കെ, ഒരു രക്ഷയില്ല, എന്തുകൊണ്ടും ഒരു അടിപൊളി സാധനമായിരുന്നത്. ഞാൻ വാങ്ങിച്ച കാറിൽ കുറേ ആഗ്രഹിച്ച് വാങ്ങിച്ചാണെങ്കിലും നല്ല രസമില്ല കാർ തന്നെ ഇത്. എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിനവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോവാം. നമുക്ക് വീട്ടിലെത്തിയിട്ട് മാത്സ് എത്തിയിട്ടുണ്ടോയെന്ന് അറിയില്ല. മാത്സ് എത്താൻ കുറച്ച് നേരമാകും. പിന്നെ നമ്മൾ മാത്സിന് തൽക്കാലത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മരത്തോണ്ടൊക്കെ ആ സാധനം തട്ടിക്കൂത്തി വെച്ചിട്ടുണ്ട്. അതായത് പണി ചെയ്യുമ്പോൾ അതിന് മഞ്ഞൊന്നും കൊള്ളാണ്ടിരിക്കാൻ. പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്തായിട്ടാണ്, നമ്മൾ ഗ്യാസ് പമ്പിൻ്റെ അവിടെ ഒന്നുമല്ല അവന് ചെയ്യണത്. നമ്മൾ വേറൊരു വീട് കഴിച്ചു, ഒരു വുഡ് ഉണ്ടാക്കിയ വീടാണ് നമ്മൾ അപ്പോൾ ആ വീട്ടിൻ്റെ അത് നമുക്ക് വണ്ടിയൊക്കെ കയറ്റിയിടാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ തന്നെ മാക്സിൻ്റെ അവിടേക്ക് പോവാം. ഓക്കെ, മാക്സിൻ്റെ ഇവിടെ കൂടെയാണ് നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ വഴി. നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകുന്നില്ല, ഞാൻ മെല്ലെ പോകാൻ നോക്കണം ഗൈസ്. പക്ഷേ ഈ വണ്ടി കൊടുത്താൽ നല്ല സ്പീഡിൽ പോവും. സ്റ്റോക്ക് എഞ്ചിനാണ് ഗൈസ്, അപ്പോൾ അടിപൊളി സൗണ്ടൊക്കെയാണ് ഗൈസ്. ബ്രേക്ക് പിടിച്ച മഞ്ഞാവും, അതാണ് പ്രശ്നം. ഓക്കെ, മാക്സ് എത്തിയിട്ടില്ല. ഇവിടെ മാക്സിൻ്റെ വണ്ടിയും കാണാനില്ല, അവൻ്റെ സെറ്റപ്പും കാര്യമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അവനെത്താൻ. നമുക്കെന്തായാലും ഇവിടെ ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. കാരണം നമ്മൾ നേരത്തെയാണ് ഇവിടെ, രാവിലെ ആയപ്പോൾ ഞാൻ എത്തി ഇവിടേക്ക്. കാരണം ഞാൻ ഇന്നലെയാണ് മറ്റേ വണ്ടി വാങ്ങിച്ചത്. പിന്നെ വലിയ ഡ്രൈവിന് ശേഷം നമ്മൾ ഇവിടേക്ക് എത്തി. വണ്ടി ഒരു രക്ഷയിലടെ കാണാൻ, ഏതാ ലുക്ക് ഗൈസ്.
ഓക്കെ മാക്സ് ഇപ്പം എത്തും. ഓക്കെ മാക്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അവന്മാരിന് കട്ട് ചെയ്ത് കളഞ്ഞാണ്. സമയം എടുത്തു ഗൈസ് അവൻ വരാൻ. രണ്ടാ അവൻ്റെ റൂഫ് ബോക്സ് വെച്ച വീടല്ലല്ലോ വണ്ടി. ഈ വണ്ടി നമുക്ക് വാങ്ങണം. അവൻ്റെ ചോദിച്ചാലോ ഈ വണ്ടി തരാൻ പറ്റുമെന്ന്. അവൻ്റെ ഇങ്ങനത്തെ കുറേ വണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവനൊരെണ്ണം തരാമെന്ന് പറഞ്ഞു ഫ്രീ ആയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കാർ, BMW E30. എൻ്റെ ഒരു ഡ്രീം കാറാണ് റിയൽ ലൈഫിലത്തെ. നമുക്ക് എപ്പോഴെങ്കിലും വാങ്ങാൻ കിട്ടും. പക്ഷെ ഞാൻ അതെന്തിനാണ് വെച്ചാണെന്നറിയാം. ഇവിടെ നമ്മൾ ഈ വണ്ടി പണിതാൻ പോവാണ്. അതും അത്യാവശ്യം ദിവസം എടുക്കും, എന്നാലും വേഗത്തിൽ കിട്ടും ഗൈസ്. ബെൻസിനെക്കാട്ടും വേഗത്തിൽ കിട്ടും. ബെൻസ് വേഗത്തിൽ കിട്ടാനില്ലാത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ നേരം എടുക്കും. അങ്ങനെ മാക്സേ സുഖമല്ലേ? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഇത് ഇപ്പം എങ്ങനെയുണ്ട്? ചൂടൊക്കെ കിട്ടാനല്ലേ? മഞ്ഞ് എനിക്കറിയാം തണുപ്പാന്ന്, എന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ട്. നമുക്ക് എത്രയും നോക്കി നോക്കാം. നമുക്ക് ആ BMW E30 എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാകും. അത് നമുക്കൊരു ഓട്ടോ ഷോക്ക് കൊണ്ടുപോകാനുള്ള വണ്ടിയാണ്. ട്രോളിയൊക്കെ എന്താ പുറത്തിട്ടേക്കണേ? നമുക്ക് അകത്തൊക്കെ കയറി നോക്കാം. നമ്മുടെ ഏരിയ ആണല്ലോ. നമുക്ക് പറ്റുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിന്നാം. പിന്നെ മാക്സിന് ഇവിടെ എന്ത് സാധനം വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തിന്നാൻ പറ്റും. മാക്സ് നമ്മുടെ ചങ്ക് കൂട്ടുകാരാണ്. ഓക്കെ ഇവിടെ എല്ലാ ഐറ്റംസ് സ്റ്റോക്കിലൊക്കെ തന്നെ ഉണ്ട്. നമുക്കിപ്പോൾ വേറെ വാങ്ങിച്ച് നോക്കേണ്ട കാര്യമില്ല. ജ്യൂസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ ട്രോളിയൊക്കെ പുറത്തിട്ടേക്കണ്ടേ, മഞ്ഞ് കാരണം കേടായിപ്പോവും. ഒക്കെ പെട്രോൾ പമ്പും നമ്മുടെയാണ്. അപ്പോൾ നമുക്ക് സീനൊന്നുമില്ല. നമുക്കിവിടെ പെട്രോൾ ഒഴിച്ച് കാശ് കൊടുത്ത് ആ കാശ് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു മാക്സിമം നല്ലൊരു ഗുണം. ഓക്കെ നമുക്ക് വേണ്ട എത്രയായി ഗൈസ്? ഇവിടെ ഭയങ്കര കുറവാണ് ഗൈസ്. 25,000 കിട്ടിയത്. 25,000 സംതിങ് എന്താണ് കിട്ടിയത്. എന്തായാലും കുഴപ്പമില്ല. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോ നമ്മൾ നാളെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ബൈ.